ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് സോയ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്നാണ്. അടുപ്പത്ത് പാൻ വെച്ച് ചൂടാക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ തന്നെ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേന് സവോള കുഞ്ഞായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കുക. നന്നായിട്ട് വഴഞ്ഞു വരുമ്പോഴത്തേന് അതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. ഇനി മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കണം. കുട്ടികൾക്കായതുകൊണ്ട് ഒരുപാട് സ്പൈസസ് ആഡ് ചെയ്യണമെന്നില്ല. ഇച്ചിരി ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ എന്തെങ്കിലും കുറച്ച് ആഡ് ചെയ്യുക. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ആവശ്യത്തിന് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒരുപാട് വേണ്ട, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ സോയ ഉപ്പില്ലാതെയാണ് വേവിച്ച് വെച്ചേക്കുന്നത്. മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ചതാണ്. അതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിന് സോയയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി എരിവ് നന്നായിട്ട് കൂട്ടുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഒത്തിരി എരിവില്ലാത്ത ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത്. കവർ ചെയ്ത് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കുക. വേവിച്ച സോയയാണ്, എന്നാലും നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വേവിക്കുക. ഒരു 5-10 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പം സോയ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു ഫുഡാണ്. കുട്ടികൾക്ക് വെയിറ്റ് വെക്കാനൊക്കെ നല്ലതാണ്. അപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് സോയ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം അവർ നന്നായിട്ട് കഴിക്കും. വെറുതെ സോയ നമ്മൾ സാധാ കറി വയ്ക്കുന്നതിൽ വയ്ക്കാതെ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും.
അങ്ങനെ സോയ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.